നമ്മുടെ ഇന്ന് സമയം സമയത്തിന്റെ ശരിയായ ക്രമീകരണം ജീവിത വിജയത്തിന്. ആർക്കെങ്കിലും സമയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കോട്ട് പറയാമോ? സമയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും കോട്ടുകൾ യൂസ് ചെയ്യാറുണ്ട്. സ്കൂളുകളിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു കോട്ട് പറയാമോ വേഗം? ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ. അതായത് സമയവും തിരമാലകളും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. ഇപ്പം ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ബംബീന സ്റ്റിച്ചിങ് ടൈം സേവ്സ് നയൻ. സേവ്സ് നയൻ. അതായത് ഈ ടിക്ലിംഗ് ഞാൻ ടിക്കിൾ ചെയ്ത ടൈം കഴിഞ്ഞു പോയി, ആ സമയം എനിക്കിനി തിരിച്ചു കിട്ടൂല. അതായത് ടൈം ഈസ് പ്രഷ്യസ്, ടൈം ഈസ് മണി, ടൈം ലോസ്റ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ. അപ്പം നമുക്ക് കിട്ടുന്ന സമയവും മറ്റേ നമ്മുടെ സമൂഹത്തില് വളരെ റെസ്പെക്റ്റഡ് ആയ അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയി ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന സമയവും എല്ലാം തുല്യമാണ്. ആ സമയത്തെ എങ്ങനെ അവർ ക്രമീകരിക്കുന്നു, എങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നു, എങ്ങനെ ഒരു സെക്കൻഡ് പോലും പാഴാകാതെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതിലാണ് ഏതൊരു വ്യക്തിയും. ഇപ്പൊ ഓരോ വ്യക്തിക്കും ഓരോരുത്തർക്കും യൂസുഫ് അലി ആകാനോ അംബാനി ആകാനോ ഒന്നും പറ്റില്ല. പലരുടെ കാലിബർ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ കാലിബർ കംപ്ലീറ്റ് യൂസ് ചെയ്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം എപ്രകാരം നഷ്ടപ്പെടാതെ നോക്കാം എന്നതിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. ആമയുടെയും മുയലിന്റെയും കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. മുയല് തനിക്ക് കിട്ടിയ സമയം, കഴിവുണ്ടായിരുന്നു മുയലിന്, പക്ഷെ തനിക്ക് കിട്ടിയ സമയം എന്ത് ചെയ്യും? ഉറങ്ങാൻ യൂസ് ചെയ്തു. ആമയാണെങ്കിൽ ആ സമയം നഷ്ടപ്പെടുത്താതെ എന്താ വിജയത്തിലേക്ക് ചുവട് വെച്ചു, അല്ലെ? പതുക്കെ പതുക്കെ ആണെങ്കിലും, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്ന പോലെ, പതുക്കെ പതുക്കെ ആണെങ്കിലും തനിക്ക് കിട്ടിയ സമയം ആമ യൂസ് ചെയ്താണ് വിജയം കൈക്കലാക്കിയത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ സമയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ടൈം മാനേജ്മെന്റ്, അതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ചില സ്കിൽസ് എന്തൊക്കെയാണ്, പിന്നെ 2 ടെക്നിക്സ്. വളരെ ചെറിയൊരു ക്ലാസ് ആയിരിക്കും. ഈ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന സമയം നമ്മൾ ശരിയായി യൂസ് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് സ്കിൽസ് ആവശ്യമാണ്. ആർക്കെങ്കിലും പറയാമോ എന്ത് സ്കില്ലാണ് നമുക്ക് വേണ്ടത്? നമ്മൾ രാവിലെ എണീക്കുന്നു, നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ, വിജയത്തിനായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഈ സമയത്തെ നാം ക്രമീകരിക്കുന്നതിന് കുറച്ച് സ്കില്ലുകൾ നമ്മുടെ ജീവിതത്തിൽ വേണം. എന്തൊക്കെയാണ് ആ സ്കില്ലുകൾ? ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള സ്കില്ല്, ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട സ്കില്ല് എന്താണ്? കൃത്യനിഷ്ഠ, അതായത് പങ്ക്ച്വാലിറ്റി. അതായത് നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാകുക. നമുക്ക് എല്ലാവർക്കും ടൈം ടേബിൾ ഉണ്ടാവും. നമ്മൾ പഠിക്കുന്ന സമയത്തല്ലേ, അപ്പൊ സ്കൂളിലാണെങ്കിൽ ടൈം ടേബിൾ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്? ഒരു സമയം കഴിയുമ്പോ, ഒരു പീരീഡ് കഴിയുമ്പോ ബെല്ലടിക്കുക, പിന്നെ 5 മിനിറ്റ് നിൽക്കാന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? കെമിസ്ട്രി ടീച്ചർ ക്ലാസ്സിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. കെമിസ്ട്രി ടീച്ചർ അറ്റാക്ക് ചെയ്യും ഫിസിക്സ് ടീച്ചറിനെ അറിഞ്ഞൂടെ എന്റെ പോർഷൻ തീരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ആ കൃത്യം ബെല്ലടിക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യും, ഇറങ്ങിപ്പോവും. അപ്പൊ ആ ഒരു കൃത്യനിഷ്ഠ, പങ്ക്ച്വാലിറ്റി. നമ്മൾ ഏത് ഒരു ടാസ്ക് ആയാലും നമുക്കൊരു ടൈം ബൗണ്ട് വേണം. ആ ടൈം ബൗണ്ടിനുള്ളില് അത് തീർക്കാനുള്ള കൃത്യനിഷ്ഠ, ടൈം ടേബിൾ കീപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾക്ക് വേണം. വേറൊരു സ്കില്ല് പറയാമോ? ഡെഡിക്കേഷൻ. ഡെഡിക്കേഷൻ വേണം. അതിനാണ് നമ്മൾ കൃത്യനിഷ്ഠ, അത് പൂർത്തിയാക്കാനുള്ള, ആ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനുള്ള ഡെഡിക്കേഷൻ, അത് വളരെ അത്യാവശ്യമാണ്. ആ ഡെഡിക്കേഷന് വേണ്ടിയിട്ട് ആണ് നമ്മൾ വിവിധ ടെക്നിക്സ് യൂസ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പം ഡെഡിക്കേഷൻ കറക്റ്റ് ആണ്. വേറൊരു ഉത്തരം പറയാമോ? ലേസിനെസ് പാടില്ല. ലേസിനെസ് പാടില്ല, പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. അതായത് നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയട്ടെ, അല്ലേ? സ്റ്റഡി ലീവിനൊക്കെ കുട്ടികൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാല് കുറച്ചു നേരം ഒരു ബുക്ക് തുറന്നിരിക്കോ, എന്തോരം പഠിക്കാൻ. ഉച്ച കഴിയട്ടെ, 2 മണി ആവട്ടെ, 2 മണിയായി വന്നിരുന്ന് ഒരു 5 മിനിറ്റ് ഉറങ്ങുക, അല്ലെങ്കിൽ 5 മിനിറ്റ് എന്ത് ചെയ്യുക? വാട്സപ്പ് നോക്കുക, ഇൻസ്റ്റ നോക്കുക. അപ്പൊ എന്താണ്? നീട്ടി വെക്കുക. അത് ടൈം മാനേജ്മെന്റിന്റെ ഒരു നമ്പർ 1 എനിമിയാണ്, നീട്ടി വെക്കല്. പിന്നെ മറ്റൊരു സ്കില്ല് പറയാൻ പറ്റോ? ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പപ്പോ തന്നെ ചെയ്യുക. ഡു ഇറ്റ് നൗ,
ഇല്ലേ? ആ, നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാം. കൗൺസിലേഴ്സ് ആവാൻ ആഗ്രഹിച്ച് ഗ്രൂപ്പിൽ വന്നവരാണ്. കൗൺസിലർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? കേസസ് എടുക്കണം, കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യണം, ഡു ഇറ്റ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഉള്ള ഡെഡിക്കേഷൻ, നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഡെഡിക്കേഷൻ കൂടി ഉണ്ടായാലാണ് അതിൽ വിജയം ഉണ്ടാവുക. അപ്പൊ അതാണ് എന്ത് ചെയ്യാൻ പറ്റുക. ഇപ്പൊ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഡെഡിക്കേഷൻ അല്ല. ഡു ഇറ്റ് നൗ. ഡു ഇറ്റ് നൗ. പങ്ക്ച്വൽ ആയിട്ട് ഇപ്പൊ തന്നെ ഏത് കാര്യവും നീട്ടി വെക്കാതെ ഇപ്പൊ തന്നെ ചെയ്യുക. മാം ഒരു പ്ലാനിങ് വേണ്ടേ? പ്ലാനിങ് അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ടൈം മാനേജ്മെന്റ്. നമ്മൾക്ക് ഇപ്പം ഫസ്റ്റ് ഉണ്ടാവുക ഈ പറഞ്ഞ പോയിന്റിന്. അപ്പൊ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ലക്ഷ്യങ്ങൾ, ഇല്ലേ? ചെറുതായിരിക്കുന്ന ഒരു കുട്ടിയോട്, 1ൽ പഠിക്കുന്ന ഒരു കുട്ടി, 2ൽ പഠിക്കുന്ന ഒരു കുട്ടി, അതല്ലെങ്കിൽ 5ൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാല് ഒരു അംബീഷൻ പറയും. വലുതാവുമ്പോ എനിക്കൊരു ടീച്ചർ ആവണം, ഞാനൊരു പോലീസുകാരനാവും, ഞാനൊരു ഡോക്ടർ ആവും. അങ്ങനെ ഒരു ഗോള് എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിൽ. ഇപ്പം സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് അവർക്ക് 10ൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു കോളേജ് അധ്യാപകനാണ് അല്ലെങ്കിൽ ആവാനാണ് ആഗ്രഹമെങ്കിൽ ആ ഗോളിന് നമ്മളൊരു ലോങ് ടേം ഗോൾ എന്നാ പറയുന്നത്. നമ്മുടെ ഗോൾസിന് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഷോർട്ട് ടേം ഗോൾസും ലോങ് ടേം ഗോൾസും. ഈ ലോങ് ടേം ഗോളിലേക്ക് നടന്നടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മാർഗങ്ങളാണ് ഷോർട്ട് ടേം ഗോൾസ്. അതായത് ഒരു 8ൽ പഠിക്കുന്ന കുട്ടി ഞാൻ വലുതാകുമ്പോൾ ഒരു അധ്യാപകനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? അവന്റെ ഫസ്റ്റ് ഗോൾ അവൻ സെറ്റ് ചെയ്യണം. 10ാം ക്ലാസ്സിൽ എനിക്ക് നല്ല മാർക്ക് വാങ്ങണം. അതിനു വേണ്ടിയിട്ട് അവൻ ചിട്ടയോട് കൂടിയിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കണം. 10ൽ നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടം കൊണ്ട് അവൻ ഒരു അധ്യാപകനാവാനോ ഒരു പ്രൊഫസർ ആവാനോ അതല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ അഡ്വക്കേറ്റോ ഡോക്ടറോ വാട്ടവർ അതാവാൻ കഴിയില്ല. പിന്നെ അവൻ അടുത്ത ഗോൾ സെറ്റ് ചെയ്യുക. 12ൽ നല്ല മാർക്ക് വാങ്ങുക. 12ൽ നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അവൻ അടുത്ത ഗോൾ സെറ്റ് ചെയ്യുക. എൻട്രൻസ് എക്സാമിനോ അതല്ലെങ്കിൽ വാട്ടവർ മറ്റ് എക്സാമിനോ എനിക്ക് പാസ്സാവാൻ, നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ കഴിയുക. ആ ഗോള് അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു ടെസ്റ്റ് എഴുതി പാസ്സാവുക. ആ ഗോള് അച്ചീവ് ചെയ്യുക. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് സിവിൽ സർവീസ് ആണെങ്കിൽ സിവിൽ സർവീസ് എക്സാമിന് ട്രൈ ചെയ്യുക. ഇതിനെല്ലാം ഇവിടെ ഒരു ചിട്ടയായിട്ടുള്ള പ്ലാനിങ്ങും പഠനവും ആവശ്യമാണ്. അതല്ലാതെ ആഗ്രഹം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഷോർട്ട് ടേം ഗോൾസ് സെറ്റ് ചെയ്യാതിരുന്നാൽ ഒരിക്കലും ഒരാൾക്ക് ലോങ് ടേം ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഫസ്റ്റ് സ്കില്ലായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഗോൾ സെറ്റിംഗ്. നമുക്ക് എന്താണോ ശരിയായ നമ്മുടെ ജീവിതമാകുന്ന ഈ സമയം അത് വളരെ കുറച്ചേ നമുക്ക് കിട്ടുള്ളൂ. ആ സമയം നമുക്ക് യൂസ് ചെയ്ത് എന്ത് ഗോളാണോ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്, ഇല്ലേ? അതിപ്പോ ഒരു ദിവസത്തിൽ ചെയ്യേണ്ട ഗോളാവാം. അപ്പൊ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ അന്നത്തെ ഗോൾസ് നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കുക. ഇന്ന് എനിക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളാണ്. അപ്പം അതിനു വേണ്ടി ഓരോന്നിനും ഞാൻ എത്ര സമയം പ്രയോറിറ്റൈസ് ചെയ്യുക. ഏതൊക്കെ കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്, ഗോൾസിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഡു ഇറ്റ് നൗ. അത് ഏറ്റവും ആദ്യം മുൻഗണന കൊടുത്ത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും, ഇല്ലേ? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ വീട്ടമ്മമാരാണെങ്കിൽ അവരുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കലാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്കൂളിൽ അയച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. അതിന് പ്രയോറിറ്റി കൊടുത്ത് അത് ചെയ്തു തീർക്കാം. അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഓൺലൈൻ കോഴ്സിന് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കണം. അതിനു വേണ്ടി ഞാൻ 2 മണിക്കൂർ ചെലവഴിക്കും. അതിന് പ്രാധാന്യം കൊടുത്ത് അത് ചെയ്യുക. ആ ഒരു ഓർഡർ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മുടെ ഗോളിനെ പ്രയോറിറ്റൈസ് അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്ത് എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. പ്രയോറിറ്റൈസ് ചെയ്ത് ഷോർട്ട് ടേം ഗോൾസ് ഒരു ദിവസം ചെയ്തു തീർക്കേണ്ട കാര്യത്തിനെ നമുക്ക് ലോങ് ടേം ഗോളിൽ ഉൾപ്പെടുത്താം.
എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ ഷോർട്ട് ടേം ഗോൾസ് ആയിട്ട് ഓരോ കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് അവ അച്ചീവ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ എന്റെ ഗോൾ അച്ചീവ്മെന്റിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർത്തോ എന്ന് പരിശോധിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ലേ? അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ആണോ? ഓൺ ചെയ്ത് വെച്ചാൽ എല്ലാരും വീക്കിടന്ന് ഉറങ്ങുവാണോ? ഇല്ല, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അല്ല, നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയും. പിന്നെ ഗോൾ സെറ്റിംഗിൽ നമ്മള് ഇപ്പം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 7ൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ 10ൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഞാൻ ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോ ആ ഗോള് എങ്ങനെയുള്ളതായിരിക്കണം എന്നുണ്ട്. അതായത് അത് മെഷറബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം. ഇപ്പൊ എനിക്ക് നാളെ എനിക്ക് അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞ് എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവണം എന്ന് ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാല്, ഓ എന്തൊരു നല്ല ഗോളാണ്, യു ആർ വെരി ടാലന്റഡ്, യു ആർ വെരി എഫിഷ്യന്റ്, യു ക്യാൻ ഡു ദാറ്റ് എന്ന് എന്നോട് പറയാൻ പറ്റുമോ? ആ അതൊരു റിയലിസ്റ്റിക് ഗോളാണോ? അല്ല, അല്ല, അതൊരു റിയലിസ്റ്റിക് ഗോൾ അല്ല. അതിപ്പം ആർക്ക് കേട്ടാലും മനസ്സിലാവും. എനിക്കൊരു നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണം എന്ന് ഞാനൊരു ഗോൾ സെറ്റ് ചെയ്താൽ അത് നടക്കാൻ പോകുന്ന ഒരു ഗോളല്ല. അപ്പൊ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ഗോൾ എങ്ങനെയുള്ളതായിരിക്കണം? അതൊരു റിയലിസ്റ്റിക് ഗോൾ ആയിരിക്കണം, അതൊരു മെഷറബിൾ ഗോൾ ആയിരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 10ൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഒരു അധ്യാപകനാവണം. അതിനെ മെഷർ ചെയ്യാൻ പറ്റും. ഇത്ര പെർസെന്റേജ് മാർക്ക് അവന് 10ൽ കിട്ടി, ഇത്ര പെർസെന്റേജ് +2 കിട്ടി, ഇത്ര അവന്റെ പെർസെന്റേജ് വെച്ചിട്ട് അതൊരു മെഷർ ചെയ്യാൻ പറ്റുന്ന, അവന് അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗോളാണ്. അപ്പൊ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് റിയലിസ്റ്റിക് ആയിരിക്കണം, അത് മെഷറബിൾ ആയിരിക്കണം. അതിനുശേഷം നമ്മൾ പറഞ്ഞു അത് പ്രയോറിറ്റൈസ് ചെയ്യുക. ഒരു ദിവസം എന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഇന്നത്തെ ദിവസം ഞാൻ എത്ര സമയം ചെലവഴിക്കണം, എത്ര നേരം എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്രയോറിറ്റൈസ് ചെയ്യുക. നമുക്ക് ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലേ? അപ്പം എനിക്ക് ചെടിക്ക് വെള്ളമൊഴിക്കാനുണ്ട്, എനിക്കൊരു ബുക്കിന്റെ 2 പേജ് വായിക്കാനുണ്ട്. അതിന് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യാം. 2 പേജ് വായിക്കലാണോ ആദ്യം ചെയ്യേണ്ടത്, ചെടിക്ക് വെള്ളം ഒഴിക്കലാണോ ആദ്യം ചെയ്യേണ്ടത്? അത് നമുക്ക് ആലോചിച്ചാൽ പിടികിട്ടും. ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് സമയമുണ്ട് എങ്കിൽ അത് ഓരോരുത്തരുടെ പ്രയോറിറ്റിക്ക് വ്യത്യാസമുണ്ട് അല്ലെ? അതിനനുസരിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇതിനു വേണ്ടിയിട്ട് ഒരു ഈസൻഹവർ മാട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക്ക് ഉണ്ട്. അത് ഞാൻ ഈ ക്ലാസ്സിൽ ഇതിന് ശേഷം പറയാം. നമ്മുടെ ഗോൾസ് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈസൻഹവർ മാട്രിക്സ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഡെലിഗേറ്റ് ചെയ്യും. ഇപ്പൊ ചില വീട്ടമ്മമാരുണ്ട്, അയ്യോ ഞാൻ രാവിലെ എണീറ്റു, എന്നെ കൊച്ചിനെ പഠിക്കാൻ വിടണം, പിന്നെന്താ പാത്രം കഴുകണം, പെര തുടയ്ക്കണം, അതിൻ്റെ ഇടയിൽ ഗസ്റ്റ് വന്ന് ഇന്ന് എന്നെ കൊണ്ട് ഒന്നും നടന്നില്ല, അതിൻ്റെ ഇടയിൽ കറി വെക്കാൻ പോയി, ഞാൻ ഈ വീട്ടിലൊരു യന്ത്രം മാത്രമാണ്. അപ്പൊ എന്താണ്, പല സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണ് അത്. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്താലാണ് എന്താവുള്ളൂ, ശരിയാവുള്ളൂ അല്ലേ? അങ്ങനെ വിചാരിക്കുന്ന ഒരു പ്രത്യേകത അത് എല്ലാവർക്കും തന്നെ ഉണ്ട്, സ്ത്രീകളുടെ മാത്രമല്ല. ഞാൻ എന്താന്ന് വെച്ചാല് സ്ത്രീകൾ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോ മുതൽ ഇങ്ങനെ അവര് ഓരോന്നിനു വേണ്ടിയിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒട്ടും സമയം കിട്ടാത്തവരായിട്ട് കാണാറുണ്ട്, ഞാൻ ഉൾപ്പെടെ. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ഡെലിഗേറ്റ് ചെയ്യുക. നമ്മുടെ വീട്ടിലെ ടാസ്കുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആദ്യം തുടങ്ങുക. ഇപ്പൊ എല്ലാരും കൂടി ഇരുന്ന് സിനിമ കാണുമ്പോ അല്ലെങ്കിൽ എന്താണ് മോനോട് പറയാ, മോനെ ഒന്ന് കുറച്ച് തുണി മടക്കി വെക്ക്, മോളോട് പറയാ ഈ റൂം നീ ഒന്ന് വൃത്തിയാക്ക്. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിന് ഒരു ഡ്യൂട്ടി കൊടുക്കാം. അപ്പൊ പലർക്കായി പല ഡ്യൂട്ടികള് എന്ത് ചെയ്യുക, വീതിച്ചു കൊടുക്കുമ്പോ അതിന്റെ എന്ന് പറഞ്ഞാല് ഒരു ടീം വർക്കായിട്ട് അതൊരു എൻജോയബിൾ ടാസ്ക് ആണ്. പലർക്കും ചെറിയ ജോബ്സ് ആണ് കിട്ടുക, അത് വേഗം തീർക്കാനും പറ്റും. ഒരാൾ മാത്രം ബുദ്ധിമുട്ടുന്നത് അല്ലെങ്കിൽ സമയം മെനക്കെടുത്തുന്നത് ഒഴിവാക്കാനും സാധിക്കും. അതാണ് ഡെലിഗേഷൻ. നമ്മുടെ ഡെലിഗേറ്റ് ലെസ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ടു അതേഴ്സ്. നമ്മുടെ ലെസ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ തന്നെ ചെയ്താലും ഞാനില്ലെങ്കിൽ പ്രളയം, അതൊന്നുമില്ല.
എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഈ ഭൂമിയിലുള്ളൂ. അപ്പം നമ്മുടെ ടാസ്കുകൾ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള്, തുണി അടുക്കല്, വീട് ക്ലീൻ ചെയ്യല്, അല്ലെങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിക്കല്, തെങ്ങ് നനയ്ക്കല്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും കൂടി വീതിച്ചെടുത്ത് തീർക്കുമ്പോൾ എന്ത് കഴിയും? അതിന് വേണ്ടിയിട്ട് നമുക്ക് ചില ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാട്ടോ. വീട്ടിലെ അമ്മമാർക്കൊക്കെ ഇപ്പൊ കുട്ടികളുടെ അടുത്ത് പറയുക, ഇന്നിന്ന ജോലികള് എല്ലാരും കൂടി ഒരുമിച്ച് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി പാർക്കിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി എന്താണ് ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കാം. അപ്പൊ എന്താണ്, അതിനുള്ള ഒരു മോട്ടിവേഷൻ ആണ് അല്ലെ? അപ്പൊ അതൊരു ടീം വർക്കായിട്ട് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് അവർക്ക് ഇന്ന് പാർക്കിൽ പോവാം. കുട്ടികളൊക്കെ വേഗം തുണി മടക്കി വെക്കും, അല്ലെങ്കിൽ വൃത്തിയാക്കാൻ പറഞ്ഞാൽ വേഗം വൃത്തിയാക്കും. അപ്പോൾ ആ ടാസ്ക് ഒരു എന്താണ്, ഒരു ഹിമാലയൻ ടാസ്ക് ആവാതെ പെട്ടെന്ന് ചെയ്തു തീർത്ത് നമുക്ക് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള സമയം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു എന്താണ്, ഹാപ്പിനെസ്, നമ്മുടെ ഫാമിലിയിലോ ലൈഫിലോ ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും. അതിനാണ്, അതൊരു സ്കില്ലാണ് ഡെലിഗേറ്റ് ചെയ്യുക. നമ്മൾ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട്. പിന്നെ സേയിങ് നോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളിപ്പം പല കാര്യങ്ങൾക്കും നമ്മളെവിടെയെങ്കിലും പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനിരിക്കുമ്പോഴായിരിക്കും, റെഫർ ചെയ്യാനിരിക്കുമ്പോഴേക്കും ഒരു സഹായത്തിനോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനോ ഒക്കെ ആയിട്ട് വിളിക്കുന്ന അയാളെ സഹായിച്ചിട്ട് എന്റെ കാര്യം ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മൾ ജീവിതം മുഴുവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സഹായിച്ച് ഓടിക്കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോ എന്ന് പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും. ആ സാഹചര്യങ്ങള് എന്ത് പറയണം, എന്താ പറയണ്ടേ ആ സാഹചര്യങ്ങളില്? എല്ലാരും ഒന്ന് ഉഷാറായിട്ടൊന്ന് പറഞ്ഞ ആരെങ്കിലും. നോ തന്നെ പറയണം. നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയണം ഇല്ലേ? നമ്മള് എന്താണ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും നമുക്ക് ചുറ്റും. അതിനിടയിൽ നമ്മുടെ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യാനും അത് കണ്ടെത്താനും അതിനു വേണ്ടി വർക്ക് ചെയ്യാനും അതിനു വേണ്ടിയുള്ള സമയത്തിനിടയിൽ നമ്മളോട് മറ്റു കാര്യങ്ങൾക്ക് മറ്റു ആളുകൾക്ക് യൂസ് ചെയ്യാനായിട്ട് ആ സമയം നമ്മൾ വിട്ടുകൊടുക്കാൻ പോയി കഴിഞ്ഞാല് എന്താ, നമ്മുടെ ഗോൾസ് അവിടെ അച്ചീവ് ചെയ്യപ്പെടാതെ കിടക്കും. അതുകൊണ്ട് നോ പറയാനുള്ള ഒരു കഴിവുണ്ടായിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സ്കിൽസിൽ പറയണത്. ഇത്രയും കാര്യങ്ങളല്ല സ്കിൽസ്, ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഏതാനും നമ്മുടെ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞ ഗോൾ സെറ്റ് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് ആദ്യം ചെയ്ത് തീർക്കുക. പിന്നെ നമ്മുടെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി വീതിച്ചു കൊടുക്കുക. പിന്നെ സ്കെഡ്യൂൾ ചെയ്യുക. നമ്മുടെ അതാണ് ഒരു ടൈം ടേബിൾ. നമ്മൾ രാവിലെ തന്നെ അത് എഴുതി സൂക്ഷിക്കുക. അതിന് ഒരു ഇവാലുവേഷൻ അന്ന് വൈകിട്ട് കൊടുക്കുക. സേയിങ് നോ വേണ്ട, അതിനോട് നോ പറയേണ്ടടുത്ത് നോ പറയാ. പിന്നെ എന്താ, പലരും പറഞ്ഞ പോലെ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരാളുടെ സ്കിൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ സ്കിൽസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചില ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള 2 ടെക്നിക്കാണ്. ഒന്നാമത്തത് പ്രോമഡോറോ ടെക്നിക്ക്, രണ്ടാമത്തത് ദ ഈസൻഹവർ മാട്രിക്സ്. അതിൽ പ്രോമഡോറോ ടെക്നിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാവോ ലക്ഷ്മി? ഞാൻ അതിന്റെ പിക്ചർ ഇട്ടത്. യെസ്. പ്രോമഡോറോ ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർക്ക് ഫോർ 25 മിനിറ്റ്സ്. അതായത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. അതിങ്ങനെ ലോങ് ടൈം അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും അതിനില്ല, കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പറഞ്ഞത് ഷോർട്ട് ടേം ഗോൾസ് സെറ്റ് ചെയ്ത് ഇപ്പം ഓരോ ദിവസം 1 മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലേ? നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുവാണെങ്കിലും അങ്ങനെയല്ലേ? ഒരു ദിവസം അരമണിക്കൂറായിരിക്കും നമ്മൾ വണ്ടി ഓടിക്കുക, പിറ്റേ ദിവസം അരമണിക്കൂർ, അതിന്റെ പിറ്റേ ദിവസം അങ്ങനെ അത് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവും. അതുപോലെ തന്നെ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ഒരു പഠിക്കാനിരിക്കുന്ന കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മള് ഇതില് പിക്ചറിൽ കാണാൻ പറ്റും, എ സിമ്പിൾ മെത്തേഡ് ടു ബാലൻസ് ഫോക്കസ് വിത്ത്
ഡെലിബറേറ്റ് ബ്രേക്സ്. അതായത് നമ്മുടെ ബ്രെയിനിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്തിന് ഒരു പരിധിയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതൊരു പ്രൊമഡോറോ ടെക്നിക് ഒരു ജാപ്പനീസ് ഇത് കൂടിയാണെന്നൊക്കെ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ ഇത് നല്ലൊരു എന്താണ് ഒരു ടെക്നിക്കാണ് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് പ്ലാൻ യുവർ ടാസ്ക്, ഹൗ മെനി പ്രൊമഡോറോസ് മൈറ്റ് യു നീഡ്. Number 2, do one Pomodoro. Time for 25 minutes. Then take a 5-minute break. അതായത് നമുക്ക് ചെയ്യാനുള്ള വർക്ക് വേറെ യാതൊരു ഡിസ്റ്റർബൻസ് കൂടാതെ കണ്ടിന്യൂസ് ആയിട്ട് 24 മിനിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുക. ആ സമയം 25 മിനിറ്റ്സ് യൂസ് ചെയ്ത് ഇപ്പൊ ഒരു പഠിക്കാനിരിക്കുന്ന കുട്ടിയാണെങ്കിൽ വിത്തൗട്ട് എനി അതർ ഡിസ്റ്റർബൻസ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ചൂസ് ചെയ്യുക. 25 മിനിറ്റ് എന്ത് ചെയ്യണം, ടൈമർ സെറ്റ് ചെയ്യാട്ടോ, മൊബൈലിൽ ടൈമർ സെറ്റ് ചെയ്യുക. അതേ സമയത്ത് തന്നെ മറ്റ് വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമോ മെയില് ഇങ്ങനെയുള്ള എല്ലാ ഡിസ്റ്റർബൻസും ആ സമയത്ത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അതിന് നമുക്കൊരു ഗോൾ ഉണ്ട്, ഇന്ന കാര്യത്തിന് ഞാൻ പോവാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്തെന്നുള്ള കാര്യം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം മറ്റുള്ളവരുടെ അടുത്ത്. നമ്മുടെ മനസ്സിൽ എന്താണ്, നമ്മൾ എന്തിനാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലായിരിക്കും. അപ്പൊ പലരും പല ആവശ്യങ്ങളായിട്ട് നമ്മൾ സമീപിക്കാം. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. 25 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഫോക്കസ് ചെയ്യാം. അതിനുശേഷം 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അപ്പം എന്താണ്, ബ്രെയിൻ നമുക്ക് റിലാക്സ്ഡ് ആവും. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ട്, 25 മിനിറ്റ് വർക്ക് ചെയ്താല് 5 മിനിറ്റ് എനിക്ക് റെസ്റ്റ് ആണ്. അപ്പൊ ആ റെസ്റ്റ്, ഇപ്പൊ കുട്ടികളെ പാർക്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ പോലെ ആ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എന്നുള്ള ഒരു ചിന്ത നമ്മളെ റിലാക്സ്ഡ് ആക്കും. 25 മിനിറ്റ് ഇതാണ് പ്രൊമഡോറോ. ഈ 25 മിനിറ്റ് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുക വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസ്. പിന്നെ 5 മിനിറ്റ് ബ്രേക്ക്. ആ ബ്രേക്കിൽ വേണമെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് നോക്കാം, അല്ലെങ്കിൽ മെയിൽ ചെക്ക് ചെയ്യാം. പക്ഷേ ആ 5 മിനിറ്റ് എന്നുള്ളത് 5 മിനിറ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക, അതിൽ കൂടാൻ പാടില്ല. അതിനുശേഷം റിപ്പീറ്റ് ഇൻ 4 പ്രൊമഡോറോസ്. ചിലപ്പോൾ 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരില്ല, 3 ടൈംസ് മതിയാവും, അല്ലെങ്കിൽ 2 ടൈംസ് മതിയാവും. 25 മിനിറ്റ്സ് 25 to 50 മിനിറ്റ്സ് മതിയായിരിക്കും. അപ്പൊ നമ്മുടെ പ്രൊമഡോറോസ് എത്ര വേണമെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അങ്ങനെ മാക്സിമം പ്രൊമഡോറോസ് 4 ആണ്. 25 മിനിറ്റ് വർക്ക് ചെയ്ത് 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു, പിന്നെ 25 മിനിറ്റ്, അങ്ങനെ ടോട്ടല് എത്ര സമയം വരും? ഒരു 1 hour 40 മിനിറ്റ് നമുക്ക് കിട്ടും. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റ് ബ്രേക്ക് അല്ല, ഒരു ലോങ് ബ്രേക്ക്. നമുക്കൊരു 1 hour ബ്രേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു 1.5 hour ബ്രേക്ക് എടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ, ഇത് എനിക്ക് തോന്നുന്നു ഒരു 4 ടൈംസ് ഒക്കെ മതിയാവും ഒരു പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും. ഇതാണ് പ്രൊമഡോറോ ടെക്നിക്ക്. കണ്ടിന്യൂസ് ആയിട്ട് 25 മിനിറ്റ്സ് നമ്മൾ ചെയ്യുന്ന വർക്കിന് വേണ്ടിയിട്ട്. അതായത് പിക്ക് എ ടാസ്ക്, സെറ്റ് എ ടൈമർ ഫോർ 25 മിനിറ്റ്സ്, work on the task without any disturbance. When the timer ends, take a short break for 5 minutes. Repeat 3 more times. Take a longer break. Then start again. ഇതാണ് പ്രൊമഡോറോ ടെക്നിക്. ഇത് സ്റ്റോപ്പ് ചെയ്തോട്ടാ. ഈ ടെക്നിക്ക് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? യൂസ്ഫുൾ ആണ് ശരിക്കും. എന്ന് വെച്ചാല് ഇത് നമുക്ക് റിലാക്സേഷൻ ഉണ്ടായതിനിടയില്, അപ്പം എന്ന് വെച്ചാല് പഠിക്കാനുണ്ടല്ലോ, എന്തോരം പഠിക്കാനുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഹോൾ ഡേ ചിലപ്പോ അതിനു വേണ്ടി 5 മിനിറ്റ് ഇരിക്കും, 5 മിനിറ്റ് മൊബൈൽ നോക്കും, 10 മിനിറ്റ് ഇരിക്കും, 25 മിനിറ്റ് മൊബൈൽ നോക്കും, പിന്നെ ഒരു അരമണിക്കൂർ ഇരിക്കും, പിന്നെ ഒരു 3 മണിക്കൂർ മൊബൈൽ നോക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സമയം പാഴായി പോകാറ്. അപ്പൊ നമുക്കിത് സ്റ്റുഡൻസിന് നമ്മുടെ വീട്ടിൽ ഇപ്പൊ എക്സാം ഒക്കെ നടക്കാൻ പോകുന്ന സമയമാണ്, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് 25 മിനിറ്റ് 5 മിനിറ്റ് ബ്രേക്ക്. ഇങ്ങനെ ഹോൾ ഡേ ഒന്നും ഇരിക്കണ്ട. നമ്മുടെ ഗോള് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ആ പ്രൊമഡോറോ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇതിൽ ഞാൻ എക്സ്പേർട്ട് ഒന്നും അല്ല, ഇതിന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കിട്ടിയ ചെറിയ അറിവുകൾ കൊണ്ട് പറയുന്നതായിരിക്കും കേട്ടോ. അതൊന്നും കംപ്ലീറ്റ് അല്ല. നിങ്ങൾ കുറച്ചുകൂടെ എന്ത് ചെയ്യണം, റഫർ ചെയ്യണം.
പിന്നെ അടുത്ത ടെക്നിക്കാണ് ദ ഈസനവർ മാട്രിക്സ്. ഇതില് 4 ക്വാഡ്രന്റ് ആയിട്ടാണ് നമ്മുടെ ടാസ്കിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇത് ഭയങ്കര നന്നായിട്ട് നമുക്ക് വളരെ രസകരമായിട്ട് തോന്നുന്ന ഒരു ടെക്നിക്കാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇത്. എന്താണ്, ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഈസനവർ എന്ന് പറഞ്ഞ പ്രസിഡന്റ് പുള്ളി മുന്നോട്ട് വെച്ചതാണ്. പക്ഷെ അതിനെ പ്രൊമോട്ട് ചെയ്തത് സ്റ്റീവൻ കോവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓതറാണ്. അദ്ദേഹത്തിന്റെ ബുക്കില് അദ്ദേഹം ഈ ടെക്നിക്കിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ബുക്കില് വാദിക്കുന്നുണ്ട്. സ്റ്റീഫൻ കോവ ഇൻ ഹിസ് ബുക്ക് The 7 Habits of Highly Effective People. The 7 Habits of Highly Effective People എന്ന് പറഞ്ഞ ആ ബുക്കില് ഈ ഈസൻഹവർ മാട്രിക്സിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ചെയ്യുന്ന 4 ക്വാഡ്രന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊന്ന് കാണിക്കോ ലക്ഷ്മി? ഈസൻഹവർ മാട്രിക്സ് അത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. അതായത് അർജന്റ്, നോട്ട് അർജന്റ്, ഇതാണ് ദ ഈസൻഹവർ ഡിസിഷൻ മാട്രിക്സ്. 4 ക്വാഡ്രന്റ്സ് ഉണ്ട്. അർജന്റ്, നോട്ട് അർജന്റ്, ഇമ്പോർട്ടന്റ് സൈഡിൽ കാണാൻ പറ്റും, ഇമ്പോർട്ടന്റ്, നോട്ട് ഇമ്പോർട്ടന്റ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് എല്ലാം പിടികിട്ടും. അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്ക്, അല്ലേ? ഇപ്പം രാവിലെ എണീക്കുക, അപ്പൊ തന്നെ ചെയ്യേണ്ട കാര്യം ഉണ്ടാവും. അപ്പം കുട്ടീനെ റെഡിയാക്കി സ്കൂളിൽ വിടുക. അപ്പൊ ഒരു മണിക്കൂർ കൂടെ കിടന്നുറങ്ങി, അല്ലെങ്കിൽ 2 മണിക്കൂറും കൂടെ കിടന്നുറങ്ങി കുട്ടീനെ സ്കൂളിൽ വിടാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. നമുക്കറിയാം അത് അർജന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ അത് ചെയ്തിരിക്കും. ഡു ഇറ്റ് നൗ. അതാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നതില് ടോപ്പ് പ്രയോറിറ്റി എപ്പോഴും അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുക. അത് നീട്ടി വെക്കാതിരിക്കുക. അത് ഡു ഇറ്റ് നൗ, അത് അപ്പൊ തന്നെ ചെയ്തു തീർക്കുക. ഇത് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഇതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ നമ്മുടെ ഗോൾസിന്. അടുത്തതാണ് നോട്ട് അർജന്റ് ബട്ട് ഇമ്പോർട്ടന്റ്. ഇത് നോട്ട് അർജന്റ്. അതായത് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം, അതല്ലെങ്കിൽ ഒരു കൗൺസിലർ ആകണം, അല്ലെങ്കിൽ എനിക്ക് എന്താവണം, എനിക്ക് ഒരു എക്സാം PSC എക്സാം, അടുത്ത PSC എക്സാം എഴുതി പാസ്സാവണം. ഇതൊക്കെ എന്താണ്, നോട്ട് അർജന്റ് ഇല്ലേ? നമ്മളുടെ മനസ്സിൽ അങ്ങനെയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എനിക്കത് അങ്ങനെ ചെയ്യണം, എനിക്ക് ഒരു ഇന്ന കോഴ്സ് പാസ്സാവണം, അല്ലെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന കാര്യം എനിക്ക് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ എക്സർസൈസ് ഒക്കെ, അല്ലെ? എന്റെ വെയിറ്റ് കുറയ്ക്കണം. എന്റെ വെയിറ്റ് ഇപ്പൊ എത്ര കിലോ ഉണ്ട്? 80 kg ഉണ്ട്. അതൊരു 70 kg ആയിട്ട് എനിക്ക് കുറയ്ക്കണം. അതല്ലെങ്കിൽ യോഗയൊക്കെ ചെയ്യണത് നല്ലതാണ് ശരീരത്തിന്, എനിക്കത് ചെയ്യണം. അത് അർജന്റ് ആണോ നമ്മുടെ മനസ്സിൽ? ഇല്ല, അത് അത്ര അർജന്റ് ഒന്നും അല്ല. യോഗയൊക്കെ ഇന്നും ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാളും ചെയ്യാം. അത്ര അർജന്റ് അല്ല, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണ്. എന്റെ ആരോഗ്യത്തിന് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും? സ്കെഡ്യൂൾ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അത് നീട്ടി വെക്കും. നാളെ സ്റ്റാർട്ട് ചെയ്യാം, മറ്റന്നാൾ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അപ്പൊ അതാണ് നമ്മുടെ പ്രശ്നം. നമ്മള് ഇമ്പോർട്ടന്റ് ബട്ട് നോട്ട് അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സ്കെഡ്യൂൾ എ ടൈം ടു ഡു ഇറ്റ്. ഇന്ന് ഞാൻ എന്തായാലും ചേർന്നിരിക്കും, അതിന് വേണ്ടിയിട്ട് ഞാൻ 1 hour ചെലവഴിച്ചിരിക്കും. അങ്ങനെ അതിനൊരു ഈ കാര്യങ്ങളാണ് നമ്മളെപ്പോഴും നീട്ടിവെക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയാതെ പോകുന്ന കാര്യങ്ങള് ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യും? നോട്ട് അർജന്റ്. നമ്മൾ അതിനൊരു സ്കെഡ്യൂള് തയ്യാറാക്കൂല, അതിനു വേണ്ടി വർക്ക് ചെയ്യില്ല. അപ്പൊ അത് നമ്മൾക്കൊരു ജീവിതത്തില് ലോസ്റ്റ് ആയിട്ട് മാറും. അപ്പം ഇഫ് ഇറ്റ് ഈസ് നോട്ട്, ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് അർജന്റ്, ഇഫ് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്കെഡ്യൂള് ചെയ്യണം.
എക്സർസൈസ് ചെയ്യല് ഇനി ഒരു സമയം ഇത്ര സമയം ചെയ്യും എന്നുള്ളതിനുള്ള തീരുമാനം എടുക്കണം. ഒരാഴ്ച കൊണ്ട് ഞാൻ ഇത്ര വെയിറ്റ് കുറയ്ക്കും എന്നുള്ള ഡിസിഷൻ എടുക്കണം. അതിന് ആ സ്കെഡ്യൂളിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്തത് അർജന്റ്. ഓക്കെ, അടുത്തത് അർജന്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടന്റ്. ഇതിനാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വർക്കുകൾ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുക. നമ്മൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. വീട് ക്ലീൻ ആക്കുക, പാത്രങ്ങൾ കഴുകി വെക്കുക, തുണി മടക്കി വെക്കുക, ചെടിക്ക് വെള്ളം ഒഴിക്കുക. ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് വീട്ടിലുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങൾ എല്ലാം കൂടി ഞാൻ തന്നെ ചെയ്യണം എന്നില്ല. നമുക്ക് നമ്മുടെ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്തരം വർക്കുകൾ നമ്മൾ എല്ലാം കൂടി തലയിലേക്ക് കയറ്റാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതിനാണ് ഡെലിഗേറ്റ്. ഹു ക്യാൻ ഡു ഇറ്റ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി അത് ആർക്ക് ചെയ്ത് തരാൻ കഴിയുമെന്ന് കണ്ടുപിടിക്കുക, അവരെ കൊണ്ട് അത് ചെയ്യിക്കുക. ലാസ്റ്റ് പറയുന്നതാണ് നോട്ട് അർജന്റ് നോട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതായത് ഇന്ന് TV സീരിയൽ കണ്ട് സമയം കളയുക, അതല്ലെങ്കിൽ എന്താണ് അമ്മായിയുടെ മോളുടെ കുറ്റം പറഞ്ഞ് കുറെ സമയം കളയാം, അല്ലെങ്കിൽ അമ്മാവന്റെ വീട്ടിൽ ഇന്ന് പോകേണ്ട കാര്യമില്ല, അപ്പൊ നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റില് അമ്മാവന്റെ വീട്ടിൽ ഇന്ന് പോകേണ്ട അടുത്ത ആഴ്ച പോയാലും മതിയെങ്കിൽ എന്താണ് പ്രയോറിറ്റൈസ് ചെയ്ത കാര്യങ്ങളിൽ മുകളിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. മറ്റേ കാര്യം എന്ത് ചെയ്യുക? നോട്ട് അർജന്റ് നോട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് സമയം കളയുന്നുണ്ട് അല്ലേ? നോട്ട് അർജന്റ് നോട്ട് ഇമ്പോർട്ടന്റ്, റീൽസ് കണ്ട് സമയം കളയല്, ഫേസ്ബുക്കില് എന്താണ് കുറെ വർഗീയ വിദ്വേഷം വിതറുന്ന പോസ്റ്റുകളൊക്കെ ഇട്ട് സമയം കളയല്. അപ്പൊ അത്തരം കാര്യങ്ങള് എന്താണ് നമ്മൾ കണ്ടെത്തുക. അത് ആവശ്യമുള്ളതാണോ? അല്ല. അർജന്റ് അല്ല. അർജന്റ് ആണോ? നോട്ട് അർജന്റ്. ഇമ്പോർട്ടന്റ് ആണോ? നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടന്റ്. ഡിലീറ്റ് ഇറ്റ്. ഇതാണ് ഡു ഇറ്റ് നൗ, ഡിസൈഡ് എ സ്കെഡ്യൂൾഡ് ഓർ ടൈം ടു ഡു ഫോർ ഇറ്റ്. അത് രണ്ടാമത്തെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ക്വാഡ്രന്റ് ഓഫ് ക്വാളിറ്റി. നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് സ്കെഡ്യൂൾ എ ടൈം ടു ഡു ഇറ്റ് എന്നുള്ള രണ്ടാമത്തെ മാട്രിക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തത് ഡെലിഗേറ്റ് ചെയ്യുക, നാലാമത്തത് ഡിലീറ്റ് ചെയ്യുക. അപ്പം ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ക്ലോസ് ചെയ്യാം കേട്ടോ ലക്ഷ്മി. അപ്പം നമ്മള് സ്കിൽസ് പറഞ്ഞു, പിന്നെ 2 ടെക്നിക്സ് പറഞ്ഞു. ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു പ്ലാൻ ടു ഫെയിൽ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ വാക്കുകളാണ്. നിങ്ങൾ പ്ലാൻ ചെയ്യാൻ ഫെയിൽ ചെയ്താൽ എന്ത് പറ്റും? ഫെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിത ഉദ്ദേശം. അപ്പൊ പ്ലാനിങ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം? നിങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് നിങ്ങളുടെ ഗോൾസ് ക്രമീകരിക്കുക, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക. മൾട്ടി ടാസ്കിങ്ങിലൂടെ നമുക്കറിയാം, ജോലിക്ക് പോകുന്ന ലേഡീസിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് രാവിലെ എണീക്കുന്ന ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവരുടെ വീട്ടിലുള്ള എല്ലാ കാര്യവും ചെയ്തു തീർക്കും. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ഉച്ചക്കലത്തേക്കുള്ള കറി ഉണ്ടാക്കും, 8:30 ആകുമ്പോൾ കുളിച്ചു കഴിയും, 9 മണിയാകുമ്പോൾ ബസ്സിൽ കയറി അവർ സ്കൂളിൽ ചെല്ലും, 4 മണി വരെ പഠിപ്പിക്കും. എന്നുവെച്ചാല് അതല്ല, വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ്. ഉച്ചയ്ക്ക് 12:30 ആയാലും 1 മണി ആയാലും കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? എന്താ വെച്ചാല് മൾട്ടി ടാസ്കിങ്. നമുക്ക് ഒരേ സമയം ചെയ്തു തീർക്കാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ഒരേ സമയം ചെയ്തു തീർക്കുന്നതുകൊണ്ടാണ് ജോലിക്കാരിയായിട്ടുള്ള പെണ്ണുങ്ങൾ വേഗം അവരുടെ വർക്കുകൾ ചെയ്തു തീർക്കുന്നത്. അപ്പോൾ മൾട്ടി ടാസ്കിങ്ങിലൂടെ ഒരേ സമയം നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന വർക്കുകൾ കണ്ടെത്തി അത് ഒരേ സമയം ചെയ്തു തീർക്കാൻ ട്രൈ ചെയ്യുക. പോകാൻ ശ്രമിക്കാതിരിക്കുക. പിന്നെ നമ്മുടെ വർക്കിനിടയിൽ പ്രോമഡോറോ ടെക്നിക്ക് കീപ്പപ്പ് ചെയ്യാൻ നോക്കുക. അതിനിടയിൽ വരുന്ന എല്ലാത്തിനോടും നോ പറയാം. കൂട്ടുകാർ സിനിമയ്ക്ക് പോകാൻ വിളിക്കും, ചൂണ്ടയിടാൻ പോകാൻ വിളിക്കും, ക്രിക്കറ്റ് കളിക്കാൻ വിളിക്കും, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പാർട്ടി, ഇത് പരീക്ഷയുടെ തലേ ദിവസമായിരിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പായിരിക്കും. നമ്മൾ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് നമുക്കൊരു പാർട്ടി ഉണ്ട്. അതിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ആ പാർട്ടിക്ക് പോയി കഴിഞ്ഞാലേ എനിക്ക് എൻ്റെ സമയം ക്രമീകരിച്ച് പഠിച്ചു തീർക്കാൻ കഴിയൂ. ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? വലിയച്ഛന്റെ മോന്റെ കല്യാണം ആയാലും ഒഴിവാക്കുക. അതാണ് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത്. കല്യാണം ഇരിക്കും, അടിയന്തരം ഇരിക്കും, ഇതൊക്കെ കൂടിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും?
അതാണ് കുറെ കാര്യങ്ങളോട് നോ പറയാൻ മനുഷ്യരോട് നോ പറയാൻ പറ്റുക, നമ്മുടെ പല ആക്ടിവിറ്റീസിനോടും നോ മറ്റുള്ളവർക്ക് അല്ലേ എൻജോയ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പലതും ഉണ്ടാവും. അതിനോടൊക്കെ എല്ലാത്തിനോടും നോ പറയാൻ കഴിയുക. എല്ലാത്തിനോടും അല്ല കേട്ടോ, ആവശ്യം അത്ര അർജന്റ് അല്ല, നോട്ട് ഇമ്പോർട്ടന്റ് അങ്ങനെയുള്ള കാര്യങ്ങളോട്. പിന്നെ എല്ലാത്തിനും നിശ്ചിത സമയം തീരുമാനിക്കുക, ആ സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തു തീർക്കുക. പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ കീ അല്ലേ, ഒരു ദിവസം പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു കീ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു നിശ്ചിത സ്ഥാനത്ത് തന്നെ വെക്കുക. നമ്മുടെ സോക്സ് ഒക്കെ നിശ്ചിത സ്ഥാനത്ത്. അങ്ങനെ നമ്മുടെ വീട്ടിൽ വെക്കുന്ന സാധനങ്ങൾക്ക് ഒരു നിശ്ചിത സ്ഥലം ഉണ്ടാകുക. ഇതൊക്കെ നമ്മുടെ സമയം ലാഭിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നിന്നേക്കാളും കൂടുതൽ അറിയാവുന്ന ആളുകളുണ്ട് ഇതിലുണ്ട്. അപ്പം എല്ലാവർക്കും, എന്നെ ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. ഇനി നിങ്ങൾക്ക് എന്താണോ ഷെയർ ചെയ്യാനുള്ളത് അതൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഹലോ, യെസ്, വെൽക്കം. ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. കാരണം പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ അറിയാം. ഈ പറഞ്ഞതെല്ലാം ഈ ഗ്രൂപ്പുകളെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ സമയബന്ധിതമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മെമ്മറിയെ പോളിഷ് ചെയ്ത് പുറത്തു കൊണ്ടുവരുന്ന വളരെ ഷോർട്ട് ടൈം ഞങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത ശ്രീമതി ഷാഹിദയ്ക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഞാൻ ഷോർട്ട് ടൈമാണ്, എന്താന്ന് വെച്ചാൽ എനിക്ക് വലിച്ചു നീട്ടി ഒരു കാര്യം പറയാനറിയില്ല. പറയാനുള്ളത് എന്തിനാ, അതൊരു കഴിവല്ല. ചിലരുണ്ട് വളരെ രസകരമായിട്ട് വലിച്ചു നീട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് തരുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു പോകുമ്പോ എപ്പോഴും അങ്ങനെ ഒരു ഷോർട്ട് അല്ല, ടൈം. നമ്മുടെ ഓരോരുത്തർക്ക് തനതായ സ്വഭാവങ്ങളുണ്ടല്ലോ, തനതായ ശൈലി ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് കാര്യമില്ല. എല്ലാവർക്കും വ്യത്യസ്തതയാണല്ലോ ഭംഗി എന്ന് പറയുന്ന നാടിന്റെ, രാജ്യത്തിന്റെ, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ മനോഹരമായ വസ്തു എന്ന് പറഞ്ഞ വ്യത്യസ്തതകളാണ്. ആ വ്യത്യസ്തത ഉള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മളെപ്പോലെ അല്ലല്ലോ വേറൊരാള്. അപ്പൊ ആ വ്യത്യസ്തതയുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമുക്കൊക്കെയുള്ള മനോഹാരിത. അതുകൊണ്ട് അങ്ങനെ വ്യാകുലതയുടെ ആവശ്യമില്ല. പിന്നെ ഒരു സബ്ജക്റ്റ് ആകും വിധം പ്രസന്റ് ചെയ്യുക, എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, അത് പറയുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ പറയാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഇതുവരെ ഏകദേശം ഫോളോ ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് ലേസി ഉള്ളവരുണ്ട്, ഇതിനകത്ത് കറക്റ്റായിട്ട് പഞ്ച്വലായിട്ട് ചെയ്യുന്നവരുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ഇത്രയും നാളത്തെ നമ്മുടെ ലൈഫ് ഇങ്ങനെ സഞ്ചരിച്ചത് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞതൊക്കെ ഓരോരുത്തരുടെ അനുഭവത്തിലും മനസ്സിലും ജീവിതത്തിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്കത് ഒരു അറിഞ്ഞൂടാത്തൊരു വിഷയമായിട്ടോ അല്ലെങ്കിൽ ഇത് പറഞ്ഞപ്പോ ഒന്നും മനസ്സിലാകാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം നന്നായിട്ട് ഓർമ്മിക്കാൻ കഴിഞ്ഞു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഹായ് മാം. ഹലോ. ഹായ്. മാമിന്റെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. അതായത് നമ്മള് ഏതൊരു കാര്യം പറയുമ്പോഴും മറ്റുള്ള ആളുകൾ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കേൾക്കുന്നുണ്ട്. യെസ്. അപ്പൊ മറ്റുള്ള ആളുകള് നമുക്ക് ഒരാളെ കൺവിൻസ് ചെയ്യുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. അപ്പൊ അത് മാം വളരെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എനിക്കിതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഇതിന് ഈ പ്രയോറിറ്റൈസ് മാട്രിക്സില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമുണ്ട്. അതായത് അതിൽ കാണിക്കുന്ന ഒരു സാധനം വെരി ഇമ്പോർട്ടന്റ് ആൻഡ് വെരി അർജന്റ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. ഈ ഡു ഇറ്റ് നൗ, അത് ഇപ്പൊ തന്നെ ചെയ്യണം എന്നുള്ള ഒരു കോളം ഇല്ലേ, ഫസ്റ്റ് കോളം. ആക്ച്വലി നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നമുള്ള കോളം അതാണ്. നമ്മുടെ ലൈഫില് നമുക്ക് പ്ലാനിങ് ഇല്ലെങ്കിൽ മാത്രമാണ് ആ കോളത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അപ്പോഴാണ് നമുക്ക് സ്ട്രെസ് കൂടുന്നത്. ഒരു മനുഷ്യന് എപ്പോഴാണോ പ്ലാനിങ് ഇല്ലാതെ ആവുന്നത് അപ്പോൾ അവന് ഹറിബറിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫില് ഡു ഇറ്റ് നൗ, വെരി ഇമ്പോർട്ടന്റ്, വെരി അർജന്റ് എന്ന് പറയുന്ന കോളത്തിലേക്ക് കാര്യങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് എനിക്ക് ഇതിനോടൊന്ന് ആഡ് ചെയ്യണമെന്ന് തോന്നി. കാരണം ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ഇത് ആളോട് പറയുന്നതാണ്. കാരണം എല്ലാ ആളുകളും നമ്മുടെ ഈ ഡു ഇറ്റ് നൗ, വെരി അർജന്റ്, വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ചിന്തിക്കാനുള്ള അവസരം കിട്ടത്തില്ല.
നമ്മൾ ഹറിബറി ആയിട്ട് അത് എങ്ങനെ ചെയ്ത് തീർക്കാനേ നോക്കത്തുള്ളൂ. അതിനർത്ഥം നമുക്ക് നേരത്തെ അതിനെക്കുറിച്ച് പ്ലാനിങ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതെ. അപ്പൊ അതും കൂടെ ഇതിലൊന്ന് പറയാൻ വേണ്ടി ആഗ്രഹിച്ചത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എനിവേ താങ്ക് യു. മാമിന്റെ ക്ലാസ് അസാധ്യമായിരുന്നു. നല്ല പ്രസന്റേഷൻ ആണ് കേട്ടോ മാം. അത് മാം പറഞ്ഞില്ലേ വലിച്ചു നീട്ടി പറയുന്നതിലല്ല കാര്യം. പറയുന്ന ഓരോ വാക്കുകൾ ആൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചുരുക്കി പറയുന്നതാണ് ഏറ്റവും നല്ലത്. മാം അത് ചുരുക്കി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എനിവേ താങ്ക് യു. താങ്ക് യു. അത് സഹിത മാം ലക്ഷ്മിയാണേ. നന്നായിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു, താങ്ക് യു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ആ, കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ആഡ് ചെയ്തത് കൊണ്ട് അത് കൂടുതൽ മനോഹരമായി തീർന്നു. പുതിയ കുറച്ച് അറിവുകൾ കൂടി ലഭിക്കാൻ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് വിശദീകരിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു. ചാലിൻ സാർ പറഞ്ഞതുപോലെ ചുരുക്കി പറയാൻ കഴിഞ്ഞത് അതിന്റെ മനോഹാരിത കൂട്ടി. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. ഇനിയുണ്ടല്ലോ ആൾക്കാർ പറയാൻ, പറഞ്ഞോളൂ. ക്ലാസ് എടുക്കുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ നല്ലതാ. എല്ലാവരും പറഞ്ഞോ.